ഹലോ, നമുക്ക് ഗ്രീൻ പീസ് വെച്ച് നല്ലൊരു അടിപൊളി മസാലക്കറി റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ മസാലക്കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുക്കർ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒരു 3-4 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നാൽ നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് താളിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് താളി തന്നെ. ഇത് കുറുമല്ല കേട്ടോ, ഗ്രീൻ പീസ് കുറുമല്ല, ഇതൊരു മസാലക്കറി. നമ്മൾ ബീഫ് കറിയൊക്കെ ചിക്കൻ കറിയൊക്കെ വെക്കുമല്ലേ, ഏകദേശം അതുപോലൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ട് മല്ലിപ്പൊടി ഇട്ടോ കൊടുക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ വലിയ ജീരകപ്പൊടിയും, പിന്നെ ഗരം മസാല, പിന്നെ ഇടുന്നത് കാശ്മീരി മുളക് ഞാൻ അരച്ച് ചേർത്താം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് ഇത്ര ഇതിൽ പുക പോകുന്നത് കേട്ടോ, ആവി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ഗ്രീൻ പീസ് ആ വെള്ളത്തോട് കൂടിയിട്ടുണ്ട്, അതായത് നല്ലോണം കഴുകിയിട്ടാണ് ഞാൻ കുതിരാൻ വെച്ചത്. അപ്പോൾ ആ വെള്ളം കൂടെ ഉപയോഗിച്ചിട്ടാണ് കറി വെക്കുന്നത്. കുതിർത്ത ഗ്രീൻ പീസ് ആയതുകൊണ്ട് കൂടുതൽ വെള്ളം വേണ്ട, ആ കുതിരാൻ വെച്ച വെള്ളം തന്നെ മതിയോ. ഇനി വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി കുക്കർ മൂടി വെക്കാം. എന്നിട്ട് ഒരു വിസിലൊന്ന് വന്നതിന് ശേഷം ഒന്ന് സിമ്മാക്കിയിട്ട് ഒരു 2-3 വിസിലും കൂടെ ഇരുത്തിക്കാം. ഞാനിതിലേക്ക് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ ഗ്രീൻ പീസ് കറിൻ്റെ കൂടെ വെള്ളപ്പത്തിനേക്കാളൊക്കെ ടേസ്റ്റ് നല്ല ചപ്പാത്തി കേട്ടോ. എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. ഇതിപ്പോൾ നോൽമ്പായതുകൊണ്ട് മക്കൾ ചപ്പാത്തി വേണ്ട, വെള്ളപ്പം മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് വെള്ളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ വെള്ളപ്പൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറി എന്തായി നോക്കാം. അപ്പോൾ കറിയൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടയാതെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറി. കടലക്കറിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം, ഉടഞ്ഞും പോകരുത്. ഇതുപോലെ കിട്ടണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കടലക്കറി ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ. ചപ്പാത്തി ആകുമ്പോൾ ഒന്നും കൂടെ അടിപൊളി. എന്തായാലും വേണ്ടില്ല, വെള്ളപ്പെങ്കിൽ വെള്ളപ്പം. എന്തായാലും ഈ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.